സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളെ ഗെയിൻ ഹലോ നെയ്ബർ ആണ് ഗൈസ്. ചാടിയപ്പോൾ തന്നെ നമ്മൾ കണ്ട്. ഇപ്രാവശ്യം നമ്മൾ സ്പീഡ് റൺ ചെയ്ത് നേരെ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഇത്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. അതിനൊക്കെ മുമ്പ് ലൈക്ക് അടിക്കാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. റോഡ് ടു 200. ഈ പുള്ളി കയറി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് അവിടെ വെച്ചിട്ട് മാഗ്നറ്റ് എടുക്കാനുള്ള പരിപാടി ആവുക. പോടാ, പുള്ളിക്കാണെങ്കിൽ വേറെ പണിയില്ലടാ. ഓക്കെ ഗൈസ്, അവിടേക്ക് എറിഞ്ഞിട്ട് വെച്ചിട്ട് എറിഞ്ഞ് പൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പൊട്ടി ഗൈസ്. അതിൻ്റെ വിടാം, അതെല്ലാം എടുക്കാൻ പറ്റില്ല. അതിൽ എന്താണ് ചാടാനും പറ്റണല്ലോ ഗൈസ്. തുറക്കണം. എന്നിട്ട് ഒറ്റ ചാട്ടം അങ്ങ് ആടിയാൽ മതി ഗൈസ്. സാറ്റിസ്ഫാക്ഷൻ. അയ്യോ, ഞാൻ വിചാരിച്ചു ഈ തെറിച്ചു. പെരക്കോടാ. പുള്ളി പോയിട്ട് നമുക്ക് മാഗ്നറ്റ് എടുക്കാം ഗൈസ്. ഞാൻ ഈ കുറച്ച് ഗ്ലിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എടുക്കണം. എന്നിട്ട് തിരിച്ചൊന്നുകൂടി കയറണം മേളിൽ. പ്രാവശ്യം കയറാൻ പറ്റിയാൽ മതിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ച് കയറി. മമ്മി ഇവിടെ നിന്ന് ഇതിട്ടിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ വരുന്നതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഗൈസ്, കിട്ടി ഗൈസ്. ഇതാണ് നമ്മളെ ഗ്ലിച്ച്. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഗൈസ്, നേരെ ഇത് കിട്ടി. നമുക്ക് ചെയ്യുന്നത് പുള്ളിനെ ഡിസ്ട്രാക്ട് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുപോയിട്ട് നമുക്കൊന്നും കൂടി അത് തുറക്കണം. എന്നിട്ട് നേരെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകണം. വായോ നമ്മളത്ര ഇങ്ങോട്ട് വരുമ്പോൾ അന്നിട്ട് ചാടണം. പുള്ളി ഇങ്ങോട്ട് വരും. നമ്മുടെ റെഡ് കാവില്ല. പുള്ളി നമ്മൾ പുള്ളിനെ നമുക്ക് ഇറക്കാന്ന് വിചാരിച്ചത്. പുള്ളി കറങ്ങിയില്ല അങ്ങാട്. ഓടോ പിടിക്കുന്നു ചോക്ക്. ഇങ്ങോട്ട് വാ. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നല്ല ഇവിടെ നിന്ന് ഓടണം. പാട്ട പോലും ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്.
പടയെന്ന് പറഞ്ഞു കൊടുക്കണം, പടയെന്ന് പറഞ്ഞു കൊടുക്കണം. തുറക്ക് തുറക്ക് തുറക്ക്. ഗൈസ് ഞാൻ അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തി ഗൈസ്. ഇവിടെ നിന്ന് ഇറങ്ങണം. ഇത് തല്ലി പൊട്ടിക്കണം. എന്തായാലും ഉണ്ട് എടുത്തെറിയാൻ. പാത്രം കിട്ടി. പുള്ളി വരുന്ന കേട്ടോ. അടുത്ത് എന്താ ഫോൺ ചെയ്ത് കളിക്കേണ്ടി വരില്ല. അത് പൊങ്ങി ആദ്യത്തെ പൊങ്ങി എന്നിട്ട് ഇത് തുറക്കാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ പോയിട്ട് തുറക്കണം. മന്ദാരം മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എൻ്റെ ഓക്കെ ക്യാമറയിലല്ലേ തിരിക്കാൻ പറ്റുമോ ഇല്ലല്ലേ. സോ ഗൈസ് നമുക്ക് ഈ വാതിൽ തുറക്കണം. വാതിൽ തുറക്കടാ, വാതിൽ തുറക്കടാ. ഓക്കെ എന്നിട്ട് ഇതൊക്കെ എല്ലാം തുറന്നു നോക്കണം. എന്തിനാണ് ഇവന് എടുത്ത് കയ്യിൽ വെക്കണം. ഇത് പുറത്തോട്ടാണ് വഴിയാണ് ഗൈസ്. ഓക്കെ നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴി ഇതാണ്. എന്തോ ഒരു വഴി, ഇതുവഴി നമുക്ക് ഇതുവഴി പോയിട്ട് പിന്നെ ലോക്കാണല്ലോ ഗൈസ്. എന്താ ഇവിടെയാണ് അവനുള്ളത്. കസേരിങ്ങെടുക്കും മോനെ, ഞാൻ പൊട്ടിക്കാൻ മോനെ. സോ നമുക്ക് അപ്പുറത്തോട്ട് ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. ആകെ ഇത് മാത്രം എടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെ കയറി ഇവിടെ ചാടി. ഓ കയറി ഗൈസ് ഫൈനലി. ഇതും വെച്ച് കയറാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഗൈസ്. പക്ഷേ നമുക്കത് ഓൺ ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ ഗൈസ് നമുക്ക് പെട്ടെന്ന് പോകാനുള്ള വഴി പറ്റണ്ട ഗൈസ്. പക്ഷേ നമ്മളിനി അപ്പുറത്തോട്ട് പോകാൻ പറ്റാണ്ട്. അയ്യോ ഗൈസ് എന്തോ പറ്റി. അങ്ങനെ ഒന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുമ്പോൾ ഇവിടെ പോകാൻ പറ്റത്തില്ലേ. ഓക്കെ ഗൈസ് നമ്മൾ രക്ഷപ്പെട്ട് ഗൈസ്. രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പോകുന്നു ഗൈസ്. പൊക്ക് തുറക്ക് ഓട്. ഓടാ രക്ഷപ്പെടുമോ? ഇല്ല, രക്ഷപ്പെടില്ല. നേരെ ആക്ട് 2 സ്റ്റാർട്ടിങ് എത്തി കേസ്. ഇവിടെ നിന്ന് എങ്ങനെ ഈസി ആയിട്ട് രക്ഷപ്പെടാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വീഴും. അപ്പോൾ തുറക്കാൻ നോക്കും. നമുക്കിതിങ്ങനെ തുറക്കടാ. തുറന്നിട്ട് അടച്ചിട്ട് പിന്നെ
അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ആക്ട് 2 ഇനിഷ്യേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതെടുത്ത് പറഞ്ഞോളാം. ഫസ്റ്റ് ട്രൈ ജയിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ പൊക്കത്തേക്ക് വന്നു ഗൈസ്. ഇനിയാണ് നമ്മുടെ വിളയാട്ട്. നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? നമുക്ക് ഇതുവഴി കയറണം ഗൈസ്. ഇതാണ് ഏറ്റവും ഈസി എസ്കേപ്പ് ഞാൻ കണ്ടതിൽ വെച്ച്. ചാടി അവിടെ എത്തണം. ഫസ്റ്റ് ട്രൈ നമ്മൾ സക്സസ്ഫുള്ളി പണ്ടാരും പിടിച്ചാണ് ഗൈസ്. ഷോ ആയി തുടങ്ങിയിട്ടത് നമ്മൾ എഗെയിൻ ചാടി മതിയായി. ഓ ഗൈസ്, ഫൈനലി നമ്മൾ രക്ഷപ്പെടാൻ പോവാണ് ഗൈസ്. ഓ രക്ഷപ്പെട്ടു ഗൈസ്. എന്തൊരു ഈസി എസ്കേപ്പ് ആയിരുന്നു. അതാരാണ് ഉള്ളിൽ നിന്നെന്തോ പൊട്ടിച്ചത്? മെഗാ കറുത്ത് ഉണ്ടാകണേ. സോ ഗൈസ്, സെക്കൻഡ് ആക്റ്റും അങ്ങനെ അവസാനിച്ചു ഗൈസ്. ഇനി ആകെയുള്ളത് തേർഡും പിന്നെ ഫൈനലും. സോ ബൈ ഗൈസ്, നമുക്കിത് പിന്നെ എപ്പോഴെങ്കിലും കളിക്കാം ഗൈസ്. ബൈ. സോ ലൈക്ക് അടിക്കാത്ത ഗൈസ്.